ഈ ഹാനോക്കിനെ പറ്റി ഒരു 4-5 പാഠം അത് പറഞ്ഞാൽ ആ ഭാഗത്തേക്ക് വന്ന് വേഗത്തിൽ നിർത്താം. ഒന്ന്, ഈ ഹാനോക്കിനെ പറ്റി പഠിക്കുമ്പോൾ ഹാനോക്ക് ദൈവത്തോട് കൂടി നടന്ന ഹാനോക്കെന്ന ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായത്തിൻ്റെ 24-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. ദൈവത്തോട് കൂടെ നടന്ന ഹാനോക്ക്. വായിച്ചേ. ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു. ഒന്ന്, ഹാനോക്കിന്റെ വിശേഷത, അവൻ ദൈവത്തോട് കൂടെ നടന്നു. അപ്പൊ ഒന്ന്, ദൈവത്തോട് കൂടെ നടന്ന ഹാനോക്ക്. ഇനി 2, ദൈവത്തെ പ്രസാദിപ്പിച്ച ഹാനോക്ക്. നിങ്ങൾ ആ എബ്രായ ലേഖനം 11-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യത്തിന്റെ ലാസ്റ്റ് വാക്യം വായിക്കണം. വായിച്ചേ മാമേ. എബ്രായ മോനാന്നെങ്കിലും വായിച്ചു, എടുത്തവർ വായിച്ചു. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യത്തിന്റെ ലാസ്റ്റ് ഭാഗം. ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ അടുത്തത് അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചു. അവൻ 2, ദൈവത്തെ പ്രസാദിപ്പിച്ച ഹാനോക്ക്. ഒന്ന്, ദൈവത്തോട് കൂടെ നടന്ന ഹാനോക്ക്. 2, ദൈവത്തെ പ്രസാദിപ്പിച്ച ഹാനോക്ക്. ഞാൻ വചനം ധ്യാനിച്ചപ്പോൾ ചില കാര്യങ്ങൾ നോട്ട് ചെയ്തു. 3, ആ തലമുറയിൽ ഹാനോക്കിന് ആയുസ് കുറവായിരുന്നു. നിങ്ങൾ 5-ാം അധ്യായത്തിന്റെ 23 വായിച്ച ഉൽപ്പത്തി. ആ തലമുറയിൽ ഈ 7-ാമൻ ഹാനോക്കിന്റെ ആയുസ് കുറവായിരുന്നു. വായിച്ചേ. ഹാനോക്കിന്റെ ആയുഷ്കാലം ആകെ 365 സംവത്സരമായിരുന്നു. 365 സംവത്സരം. ഞാനൊരു കാര്യം കൂടെ പറയാം. വചനത്തിന്റെ അടിസ്ഥാനം നിങ്ങളെല്ലാം ദൈവദാസന്മാർ എന്നെയൊക്കെ നന്നായിട്ട് വചനം പഠിക്കുന്നവരും പഠിപ്പിക്കുന്നവരുമാ. ഈ പിതാക്കന്മാരുടെ ആയുസ് അങ്ങോട്ട് പറയുമ്പോൾ ഈ ആ ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായത്തിൽ പിന്നെ അവൻ മരിച്ചു, പിന്നെ അവൻ മരിച്ചു, പിന്നെ അവൻ മരിച്ചു, പിന്നെ അവൻ മരിച്ചു. അങ്ങനെ ഒടുവിൽ കിടക്കുന്നത് അല്ലേ? 8-ാം വാക്യം 11-ാം വാക്യത്തിലൊക്കെ പിന്നെ അവൻ മരിച്ചെന്നല്ലേ? വായിച്ചേ. ശേത്തിന്റെ ആയുഷ്കാലം ആകെ 912 സംവത്സരമായിരുന്നു. പിന്നെ അവൻ മരിച്ചു. ഇനി 11 വായിച്ചേ. ഏനോശിന്റെ ആയുഷ്കാലം ആകെ 955 സംവത്സരമായിരുന്നു. പിന്നെ അവൻ മരിച്ചു. നിങ്ങൾ അങ്ങോട്ട് താഴോട്ട് പഠിക്കുക, എല്ലാം വായിക്കാന്നല്ല. ഈ പിതാക്കന്മാരെ പറ്റി എല്ലാം പറയുമ്പോൾ പിന്നെ അവൻ മരിച്ചു, പിന്നെ അവൻ മരിച്ചു. ഹാനോക്കിന്റെ വിഷയം വന്നപ്പോൾ അങ്ങനൊരു പദവില്ല. സ്തോത്രം. പിന്നെ അവൻ മരിച്ചെന്നല്ല, ബാക്കി മുഴുവൻ എണ്ണത്തിന്റെ ആയുഷിന്റെ ഒടുവിൽ ഇങ്ങനെ പിന്നെ അവൻ മരിച്ചു. ഇനി വേറൊരു പ്രയോഗം ഉണ്ട്, നിങ്ങൾ ആ സൂക്ഷ്മമായി പഠിച്ചാൽ കാണാം. ഓരോരുത്തരെ പറ്റി പറയുന്നത് അവൻ ഇന്നയാളെ ജനിപ്പിച്ച് പിന്നെ ജീവിച്ചിരുന്നു. അങ്ങനല്ലേ അമ്മാമേ? വായിച്ചേ. മൂളാതങ്ങ് വായിച്ചു. 5-ാം അധ്യായത്തില അങ്ങനല്ലേ കറിയാ ചായ. യാരേദിന് 162 വയസ്സായപ്പോൾ അവൻ ഹാനോക്കിനെ ജനിപ്പിച്ചു. ഹാനോക്കിനെ ജനിപ്പിച്ച ശേഷം യാരേദ് 800 സംവത്സരം ജീവിച്ചിരുന്നു. മേളത്തെ വാക്യത്തിൽ വല്ല ഓരോരുത്തരും എങ്ങനെ ഇവൻ ജനിപ്പിച്ച ശേഷം ജീവിച്ചിരുന്നു. എല്ലാരെ പറ്റി അങ്ങനെ അല്ലേ മോനും കണ്ടില്ലേ? മഹല്ലേലിന് 65 വയസ്സായപ്പോൾ അവൻ യാരേദിനെ ജനിപ്പിച്ചു. യാരേദിനെ ജനിപ്പിച്ച ശേഷം മഹല്ലേൽ 830 സംവത്സരം ജീവിച്ചിരുന്നു. അപ്പം നിങ്ങൾ മൊത്തം പഠിച്ചോ. ജനിപ്പിച്ച ശേഷം ജീവിച്ചിരുന്നു. എല്ലാരെ പറ്റി അങ്ങനെ ജനിപ്പിച്ച ശേഷം മാമ ഉറങ്ങുകയാണോ? ഇങ്ങോട്ട് നോക്കിയിരിക്കും. ഞാനല്ലേ പ്രസംഗിക്കുന്നത്? ഇതിനുറങ്ങരുത്. അപ്പം ജനിപ്പിച്ച ശേഷം ജീവിച്ചിരുന്നു. അങ്ങനെ എല്ലാരെ പറ്റി അങ്ങനെ ജനിപ്പിച്ച ശേഷം ജീവിച്ചിരുന്നു. മധുശലേക്ക് ജനിപ്പിച്ച ശേഷം ജീവിച്ചിരുന്നു. ലാമക്ക് ജനിപ്പിച്ച ശേഷം ജീവിച്ചിരുന്നു. യാരത് ജനിപ്പിച്ച ശേഷം ജീവിച്ചിരുന്നു. എല്ലാവരും ജനിപ്പിച്ച ശേഷം ജീവിച്ചിരുന്നു. പക്ഷെ അവിടെ ഒരു പ്രത്യേകതയുണ്ട്. ഹാനോക്കിനെ പറ്റി പറയുന്നത് ജനിപ്പിച്ച ശേഷം. ഹാനോക്ക് മധൂശലേഖിനെ ജനിപ്പിച്ച ശേഷം ജീവിച്ചിരുന്നൊരു പദവില്ല. വായിച്ചേ അമ്മാമേ ആ വാക്യം. ഹാനോക്കിന് 65 വയസ്സായപ്പോൾ അവൻ മധൂശലേഖിനെ ജനിപ്പിച്ചു. ജനിപ്പിച്ച ശേഷം എല്ലാവരുടെയും കാര്യം ജനിപ്പിച്ച ശേഷം ജീവിച്ചിരുന്നത്. പക്ഷെ ഇവിടെ അങ്ങനല്ല. വായിരേ. മെഥൂശലഹിനെ ജനിപ്പിച്ച ശേഷം ഹാനോക്ക് 300 സംവത്സരം ദൈവത്തോട് കൂടെ നടന്നെന്ന
പിതാക്കന്മാരെ എല്ലാം എഴുതിയിരിക്കുന്നത് ജനിപ്പിച്ച ചേച്ചൻ ജീവിച്ചിരുന്നു. എന്നാൽ ഹാനോക്കിന്റെ വിഷയം വന്നപ്പോ പറയുക, ജനിപ്പിച്ച ജീവിച്ചിരുന്നല്ല, അവൻ ദൈവത്തോട് കൂടെ നടന്നു. ഇന്ന് രാത്രി നിന്റെ ആയുസ് ദൈവത്തോട് കൂടെ നടക്കണം. ഉള്ള തീറ്റയെല്ലാം കൂടെ തിന്ന്, അത് തിന്നരുതെന്നല്ല. അയ്യോ കല്യാണത്തിന് ചെല്ലാണ്ട് ഇതിന്റെ ആർത്തിയും പരിവേശവും എല്ലാത്തിനും ഷുഗറാ, ഒരെണ്ണം വിടുകയല്ല. പ്രാർത്ഥിക്കുന്നതിന് മുന്നേ പണ്ടൊരു യോഗത്തിന് ഞാനപ്പം ഭക്ഷണം കൊടുത്തു, പേരൊന്നും ഞാൻ പറയുന്നില്ല. താറാമുട്ട എടുത്ത് വിഴുങ്ങി കഴിച്ചു. അതിന്റെ സ്റ്റേജ് എന്ന് പറഞ്ഞു, ജോർജ് കുട്ടി പ്രാർത്ഥിക്കും. ഉടനെ പുള്ളി വേണോ പ്രാർത്ഥിച്ചാൽ മതിയെന്ന്. വായിക്കാത്ത താറാമുട്ടയാ. ഞാൻ ഉപദേശിമാരോടും പറയാം, വിവാഹ ശുശ്രൂഷയാണെന്നില്ല ഏത് ശുശ്രൂഷ, ആ ശുശ്രൂഷ കഴിയുമ്പോൾ ഭക്ഷണം ഉണ്ടെങ്കിൽ അന്നേരം പ്രാർത്ഥിച്ചേക്കണം. കാരണം ഷുഗർ ഉള്ളവരും പ്രഷർ ഉള്ളവരും ടാബ്ലറ്റ് എടുക്കുന്നവരും മറ്റ് ദീനമുള്ളവരുണ്ട്. അപ്പം അവരെ ബുദ്ധിമുട്ടിക്കരുത്. ഇത് പ്രാർത്ഥിക്കത്തുമില്ല. അതുങ്ങളാന്ന് വിശന്ന് ആക്രാന്തമെടുത്ത് ഇരിക്കുക. ഇതിൻ്റെ മണമെല്ലാം അടിച്ച് എത്രയെന്നും പറഞ്ഞാൽ നോക്കിയിരിക്കുന്നത്. അവിടെ ഉഭയസമ്മതം നടന്നുകൊണ്ടിരിക്കുമ്പോൾ കട്ട്ലേറ്റ് ഒന്ന് അകത്ത് ചെന്നു, അതും സമ്മതമായി. അപ്പം അതും ചെയ്യണം. നമ്മൾ ഉപദേശിമാർ, ഞാൻ എന്നെയും കൂടെ പ്രതിയാക്കുക ചെയ്യണം. ഈ ലോകത്തിൽ നീ വിറ്റും നട്ടും തിന്നും കുടിച്ചും പണനും പണയിപ്പിച്ചും ലൗകികമായ കാര്യങ്ങളിൽ, ലോകപരമായ കാര്യങ്ങളിൽ, ഈ ദൃശ്യമായ ഭൗതികമായ വിഷയത്തിൽ ജീവിച്ചിരിക്കാനല്ല നിന്നെക്കുറിച്ച് ദൈവത്തിന്റെ പദ്ധതി. ഹാനോക്കിനെ പോലെ അവനക്ക് ദൈവത്തോട് കൂടെ നടക്കണം. പ്രൈസ് ദ ലോർഡ്. ദൈവത്തോട് കൂടെ നടക്കുന്ന ഹാനോക്ക്. അപ്പൊ തൻ്റെ തലമുറയിൽ ആയുസ് കുറവുള്ളവനായിരുന്നു. അടുത്തത് ഭക്തികെട്ട തലമുറകളുടെ നടുവിലാണ് ഹാനോക്ക് ജീവിച്ചത്. യൂദാ 15 വായിച്ച്, ഭക്തികെട്ട തലമുറകളുടെ നടുവിൽ. യൂദാ 15 പെട്ടെന്ന് 9 അമ്മാമ്മ വായിച്ചത് വേറെ കേസാ, അതവിടെ പറഞ്ഞു. ഇത് കർത്താവ് എല്ലാവരെയും വിധിപ്പാനും അവർ അഭക്തിയോടെ ചെയ്ത കർത്താവ് എല്ലാവരെയും വിധിപ്പാനും അവർ അഭക്തിയോടെ ചെയ്ത ഭക്തിവിരുദ്ധമായ സകല പ്രവൃത്തികൾ നിമിത്തം ഭക്തിയുടെ പാപികൾ തന്നെ തന്നെ പറഞ്ഞ സകല നിഷ്ഠൂരങ്ങളും. അപ്പോഴേ ഹാനോക്ക് ജീവിച്ചത് വിശുദ്ധന്മാരുടെ നടുവിലല്ല, ഗുണപ്പെട്ടവരുടെ നടുവിലല്ല, പരിശുദ്ധന്മാരുടെ നടുവിലല്ല. ഹാനോക്ക് ജീവിച്ചത് ഭക്തി കെട്ടവരുടെ നടുവിലാ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതല്, ഞാനും നിങ്ങളെയും അവൻ ജീവിക്കുന്നത് വല്ലാത്ത ലോകത്തിലാ. ദുഷ്ടന്മാരും മടിയന്മാരും അക്രമികളും അനീതി ചെയ്യുന്നവരും അവൻ അനീതി രസിക്കുന്നവരും സന്തോഷിക്കുന്നവരും വഞ്ചകന്മാരും ദാക്ഷിക്കാരും നിഗളികളും ഒക്കെയുള്ള ഒരു ലോകത്തിന്റെ നടുവിലാണ് ഞാനും നീ ജീവിക്കുന്നത്. പക്ഷെ അവിടെ ഇതൊന്നുമില്ല. ദാക്ഷ്യക്കാരില്ല, നിഗളികളില്ല, ഭോഗപ്രിയരുമില്ല. ദാക്ഷ്യക്കാരില്ല, നിഗളികളില്ല, ഭോഗപ്രിയരുമില്ല. ഏഷണിക്കാരും ദൂഷകന്മാരും നന്ദി കെട്ടോരും ഇല്ല. അവിടെ ഏഷണിക്കാരും ദൂഷകന്മാരും നന്ദി കെട്ടോരുമില്ല. വഞ്ചനയില്ല, വാഗ്വാദമില്ല, വൈരമശേഷമില്ല. അവിടെ വഞ്ചനയില്ല, വാഗ്വാദമില്ല, വൈരമശേഷമില്ല. നാസിസം, ഫാസിസം, എത്തിസം, പാന്തിസം, കമ്മ്യൂണിസവുമില്ല. അവിടെ ഉണ്ട്. നാസിസം, ഫാസിസം, എത്തിസം, പാന്തിസം, കമ്മ്യൂണിസവുമില്ല. ലീഗലിസമോ മോഡേണിസമോ കോൺഗ്രസ് ഇല്ല ഇവിടെ. സമേ ലീഗലിസമോ മോഡേണിസമോ കോൺഗ്രസോ ഇല്ല ഇവിടെ. അവിടെ വഞ്ചനയില്ല, വാഗ്വാദമില്ല, വൈരമശേഷമില്ല. നാസിസം, ഫാസിസം, എത്തിസം, പാന്തിസം, കമ്മ്യൂണിസവുമില്ല. അവിടെ കമ്മ്യൂണിസ്റ്റും ഇല്ല. അതൊക്കെ ഇവിടെ നാസിസം നിർത്തുകയല്ല. നാസിസം, ഫാസിസം, എത്തിസം, പാന്തിസം, കമ്മ്യൂണിസവുമില്ല. ലീഗലിസമോ മോഡേണിസമോ കോൺഗ്രസോ ഇല്ല ഇവിടെ. അപ്പൊ ഇതൊന്നും അവിടെ ഇല്ല. എന്നാൽ ഇവിടെ ഇതെല്ലാം ഉണ്ട്. അന്ത്യകാലത്ത് ഭക്തി കെട്ട മോഹങ്ങൾ അനുസരിക്കുന്ന പരിഹാസികൾ, ദാക്ഷിക്കാരും നിഗളികളും ഭോഗപ്രിയരും അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരും. അതല്ലേ അന്ത്യകാലം. തന്തയും ജീവിച്ചിരിക്കുമ്പോൾ വെള്ളവും കൊടുക്കുകയല്ല, അടുത്ത് ഞാൻ തിരിക്കല, ചത്ത് കഴിയുമ്പോൾ നെഞ്ചത്ത് കൊണ്ട് പൂവാ നിന്റെ പൂ.
മാതാപിതാക്കൾ ജീവിച്ചിരിക്കുമ്പോൾ കവളത്തിൽ അന്ന് ഒരു ഉമ്മ കൊടുക്കുക. 2 കൊല്ലം കൂടെ ജീവിച്ചിരിക്കും. കറിയാച്ചാ ഞാൻ ഇച്ചിരി സമയം കൂടെ എടുക്കും, എന്ത് പ്രശ്നം വന്നാലും. എൻ്റെ ചുമയെല്ലാം മാറി, ഈ ചുമ മാറിയിട്ട് ഇപ്പം എനിക്ക് ചുമതല കിട്ടിയിരിക്കുക. നാളെ നമുക്ക് ഇങ്ങനെ ഒരു യോഗമില്ല, ഇന്ന് ഇച്ചിരി കാര്യം പറഞ്ഞു വെച്ചാൽ പോകുന്നു, അവിടെ എഴുന്നേറ്റ് പോയാൽ തന്നെ. ശ്രദ്ധിക്കണം, മാതാപിതാക്കൾ ജീവിച്ചിരിക്കുമ്പം ആ കവളത്ത് 2 ഉമ്മ കൊടുക്കുക. 2 കൊല്ലം കൂടെ ജീവിക്കും. തള്ളേം തന്താൻ ജീവിച്ചിരിക്കുമ്പോൾ അടുത്തും ചെല്ലത്തിൽ അന്വേഷിക്കത്തില്ല, വെള്ളവും കൊടുക്കുകയല്ല, കഞ്ഞിയും കൊടുക്കുകയല്ല, മുണ്ടകപ്പാടത്ത് കിടക്കുക തന്ത. അച്ഛൻ ഇവിടെ പോന്നു, ഞാൻ ആത്മാക്കളെ നേടാൻ പോവാ. ആ ആത്മാവിനെ ആദ്യം നേട്. പണ്ട് ഞങ്ങളുടെ ചിങ്ങവനത്തെ തള്ള അവനോട് പറഞ്ഞു, യോയി എഴുന്നേറ്റ് പറഞ്ഞു, ഞാൻ നോർത്ത് ഇന്ത്യക്ക് പോവാന്ന്. ഉടനെ തള്ള ഒറ്റ മോനെ ഉള്ളു, അപ്പം മരിച്ച് കഷ്ടപ്പെട്ട് വളർത്തി, അടുക്കളപ്പണി ചെയ്ത് വളർത്തിയതാ. അതിനാ ലൈറ്റ് പോയേ? കറണ്ട് പോയണ്ണമ്മനെ. മിക്കാറും പീസാകെ ഇവിടെ ഇരിക്കും. ഇനിയിപ്പം ഞാൻ പറയാം. അപ്പം യവനെ എഴുന്നേറ്റ് പറഞ്ഞു, അവൻ പറഞ്ഞു, ഞാൻ നോർത്ത് ഇന്ത്യക്ക് പോവാന്ന്, ആന്ധ്രയ്ക്ക്. സുവിശേഷം ഒറ്റ മോനെയുള്ള കഷ്ടപ്പെട്ട് വളർത്തിയതാ. അമ്മയോട് ചോദിക്കാറാ ഇവൻ പറഞ്ഞത്, ഞാൻ ആന്ധ്രയ്ക്ക് പോവാന്ന്. ഉടനെ കൊച്ചൻ പറഞ്ഞടാ, ജോയി ചിങ്ങവനത്തെങ്കും പാവിയില്ലാഞ്ഞിട്ടാണോടാ നീ ആന്ധ്രയ്ക്ക്? മോനെ വിടാൻ കഴിയല്ല, അതിനാ. ചിങ്ങവനത്തെങ്കും പാവിയില്ലായിട്ടാണോ നീ ആന്ധ്രയ്ക്ക് പാവിയെ തപ്പി പോകുന്നത്? അതല്ല രസം. അടുത്ത ഡയലോഗാ, ഒരു പാവിയില്ലെങ്കിൽ ഞാൻ പാപം ചെയ്യാടാ, എന്നാലും നീ ആന്ധ്രയ്ക്ക്. അതാ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുമ്പോൾ ചെയ്യണ്ടേ? ചെയ്യണം. ജീവിച്ചിരിക്കുമ്പോൾ അവർക്ക് ഒരു ഉമ്മ കൊടുക്കുക. 2 കൊല്ലം. ഇത് മരിച്ചു കഴിഞ്ഞാൽ വീഡിയോ എല്ലാം കൂടെ വെച്ച് പാസ്റ്റർമാർ പറയും അന്ത് ചുമ്മന, ഉടനെ ചുമ്മന. വീഡിയോ നോക്കിക്കൊണ്ട ആരെ ബോധിപ്പിക്കാനാ? എടാ, മാതാപിതാക്കൾ ജീവിച്ചിരിക്കുമ്പോൾ നാഴി അരി കൊണ്ട് കൊടുക്കുക, കഞ്ഞി വെച്ച് കുടിക്കും, മുളകൊടച്ചത് മതി. പ്ലാവലയാണെങ്കിലും കോരി കുടിക്കും. കുടിക്കുമ്പോൾ തൻ്റെ ചിന്നമ്മ അല്ലെ തങ്കമ്മ തന്നതാ നാഴി അരി. തള്ളയും തന്നെ ജീവിച്ചിരിക്കുമ്പോൾ അരിയും കൊടുക്കുകയല്ല, ഒന്നും കൊടുക്കുകയല്ല. എന്ന് വെച്ചാൽ ചത്ത് കഴിഞ്ഞെടുത്തിട്ട് ചന്തും ബിന്ദുവെല്ലാം മാരി ഇട്ടിക്കുക. എന്നതിന് ഞാൻ എപ്പോഴും മരണ വീട്ടിൽ പറയും, ജീവിച്ചിരിക്കുമ്പോൾ ഒരു തോർത്ത് കൊണ്ട് കൊടുക്കുക, തല തുടയ്ക്കാം, കുളിച്ചു തോർത്താം. അമ്മയാനെ മാറി മറയ്ക്കും. ചത്തിരിക്കുമ്പോൾ നിന്റെ പോറും തുണിയെല്ലാം കൂടെ തള്ളയുടെ നെഞ്ചത്തിട്ട് ആർക്ക് എന്നാ കാണിക്കാനാ? നാട്ടുകാരെ കാണിക്കാനോ? നിന്റെ പ്രൗഢിയും പത്രാസം കാണിക്കാനോ? ജീവിച്ചിരിക്കുമ്പോൾ ചെയ്യേ. മരിച്ചു കഴിഞ്ഞ് പ്രാർത്ഥിച്ചത് കൊണ്ടോ പ്രസംഗിച്ചത് കൊണ്ടോ ആരും സ്വർഗ്ഗത്തിൽ പോവുകയല്ല. ജീവിച്ചിരിക്കുമ്പോൾ രക്ഷിക്കപ്പെടണം, യേശുവിനെ അറിയണം. ഇടയ്ക്ക് കയറി ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ തൻ്റെ തലമുറയിൽ ആയുസ് കുറഞ്ഞവനും 4 പക്കിരി കെട്ടവരുടെ നടുവിലാ ഹാനോക്ക് ജീവിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഇനി 5 ഹാനോക്കിന്റെ വിശേഷത എടുക്കപ്പെട്ട ഹാനോക്ക. ആ എബ്രായ ലേഖനം 15-ാം അധ്യായത്തിൽ 11-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം വായിച്ചേ. എടുക്കപ്പെട്ട ഹാനോക്ക്. 11-ന്റെ 5 വായിച്ചേ. വിശ്വാസത്താൽ ഹാനോക്ക് മരണം കാണാതെ എടുക്കപ്പെട്ടു, ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. അപ്പോൾ എടുക്കപ്പെട്ട ഹാനോക്ക്. മറ്റവരെല്ലാം മരിച്ചെന്ന് എഴുതിയപ്പോൾ ഹാനോക്കിനെ പറ്റി പറയാ, അവൻ എടുക്കപ്പെട്ടു. പിന്നെ എൻ്റെ ഭാഷയെ പറഞ്ഞ ഹാനോക്കിന്റെ 6-ാമത്തെ വിശേഷത, മരണത്തിന്റെ മണം പോലും അടിച്ചില്ല. മരണത്തിന്റെ മണം അടിച്ചില്ല. ആ 11-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം ഒന്നുകൂടെ വായിച്ചേ. 11-ന്റെ 5. വിശ്വാസത്താൽ ഹാനോക്ക് മരണം കാണാതെ എടുക്കപ്പെട്ടു, ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ. അപ്പൊ ശ്രദ്ധിച്ചേ, മരണത്തിന്റെ മണം അടിച്ചിട്ടില്ല. 7-ാമത് മരണം കാണാതെ പോയവൻ. സ്തോത്രം. ഞാനൊരു 6 കാര്യം പറഞ്ഞു. മരണം കാണാതെ പോയവൻ. അധികം വിവരിക്കുന്നില്ല, വേഗത്ത് നിർത്ത. ഈ ഹാനോക്ക് പ്രവചിച്ചെന്ന യൂദാ എഴുതിയിരിക്കുന്നത്. എന്തുവാ ഹാനോക്ക് പ്രവചിച്ചത്? 1000 വിശുദ്ധന്മാരോട് കൂടെ കർത്താവ് വരുന്നെന്ന് ഹാനോക്ക് പ്രവചിച്ചത്. സ്തോത്രം. ചരിത്രം പറയുന്നത്, ഒന്ന്, യേശു ക്രിസ്തുവിന്റെ 2-ാമത്തെ വരവിന്റെ 2-ാം ഘട്ടം ഹാനോക്ക് ആത്മാവിൽ കണ്ടു, അത് പ്രവചിച്ചു എന്ന് പറഞ്ഞാൽ ഹാനോക്ക് ഈ പ്രവചിക്കാനുള്ളതിൻ്റെ കാരണം ദൈവത്തോട് കൂടെ അങ്ങ് നടന്നു. ഈ ദുഷ്ടലോകത്തിൽ, പാപലോകത്തിൽ, അക്രമമുള്ള അനീതികളുള്ള ഈ ലോകത്തിൽ ഞാനും നിങ്ങളും ദൈവത്തോട് കൂടെ നടക്കണം. ദൈവത്തോട് കൂടെ നടന്ന 2 പേര് പഴയനിയമത്തിൽ എടുത്തു പറയുക. സ്തോത്രം. 1 ഹാനോക്ക്, 2 നോഹ. 2 പേരും ദൈവത്തോട് കൂടെ. പിന്നെ ഒരു കാര്യമുണ്ട്, ദൈവത്തോടു കൂടെ നടക്കണമെങ്കിൽ വ്യവസ്ഥയുണ്ട്. മലാക്കി 2-ന്റെ 6 വായിച്ചേ അമ്മാമേ.
മലാക്കി 2:6. മോനാന്നേലും വായിച്ചേ. നിങ്ങൾ ആരാ ആദ്യം എടുക്കുന്ന വെച്ചാ? നേരുള്ള ഉപദേശം അവന്റെ വായിലുണ്ടായിരുന്നു, നീതിയോട് അവന്റെ ആദരങ്ങളിൽ കണ്ടതുമില്ല. അടുത്തത് സമാധാനമായും പരമാർത്ഥമായും അവൻ എന്നോട് കൂടെ നടന്ന്. ദൈവത്തോട് കൂടെ നടക്കണമെങ്കിൽ സമാധാനമായും പരമാർത്ഥമായിട്ടുമായിരിക്കണം. കൊമ്പ് കോർത്ത് വഴക്കുണ്ടാക്കി പുക്കാറുണ്ടാക്കി വെച്ച് ദൈവത്തിന്റെ കൂടെ നടക്കാൻ ഒക്കുകയല്ല. നടക്കുക എന്നൊക്കെ വീരസ്യം പറയാം. ഞാൻ ദീർഘവർഷങ്ങളായി കർത്താവിനോടുകൂടി നാട്ടുകാരോട് മുഴുവൻ ഉടക്കാം. ഇരുന്നിടത്തെല്ലാം ഉടക്കും പ്രശ്നവുമാണ്. ദൈവത്തോടുകൂടെ നടക്കാനൊക്കത്തില്ല. ദൈവത്തോട് കൂടെ നടക്കണമെങ്കിൽ ഇവിടെ ലേവിയെ പറ്റി പറയുക. ലേവിയുടെ വിശേഷതയാ മലാക്കി പ്രവചനം 2-ാം അധ്യായത്തിൽ എടുത്ത് ദൈവത്തിന്റെ ആത്മാവ് പറയുക. എന്നിട്ട് പറഞ്ഞു വന്ന കൂട്ടത്തിൽ 6-ാം വാക്യം ഒന്നുകൂടെ വായിച്ചോ. അവൻ നേരുള്ള ഉപദേശം അവന്റെ വായിലുണ്ടായിരിക്കും. ലേവിയുടെ പുരോഹിതന്റെ വായിൽ നേരുള്ള ഉപദേശം ഉണ്ടായിരിക്കും. അടുത്തത് നീതികേട് അവന്റെ ആദരങ്ങളിൽ കണ്ടതുമില്ല. നീതികേടൊന്നും അവന്റെ ആദരങ്ങളിൽ കണ്ടില്ല. പിന്നെ സമാധാനമായും പരമാർത്ഥമായും അവൻ എന്നോട് കൂടെ ദൈവത്തോട് കൂടെ നടക്കണമെങ്കിൽ സമാധാനവും പരമാർത്ഥതയും ഉണ്ടായിരിക്കണം. മറ്റുള്ളവനെ ചതിച്ചും വഞ്ചിച്ചും കുതികാല് വെട്ടിയും സൂത്രകൊപ്പിച്ചും ചതിച്ചും പാരപടന്നും ടോർപ്പിട വെച്ചും നീ അവനെ ഒതുക്കിയച്ച് ദൈവത്തോടുകൂടെ നടക്കാൻ ഒക്കുകയല്ല. മനസ്സിലാകുന്നുണ്ടോ? അയലത്തുകാരനെ ഉപദ്രവിച്ചു, സഹോദരങ്ങളെ ഉപദ്രവിച്ചു, കൂട്ടുവിശ്വാസിയെ ഉപദ്രവിച്ച്, കൂട്ടുവേലക്കാരന് പാര വെച്ച്, ടോർപ്പിട വെച്ച് നിനക്ക് പിന്നെ ദൈവത്തോടു കൂടെ നടക്കാൻ ഒക്കത്തില്ല. ദൈവത്തോടു കൂടെ നടക്കണമെങ്കിൽ അവൻ പരമാർത്ഥത കൊണ്ടായിരിക്കണം. ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു. ആ ദൈവത്തോട് കൂടെ നടന്നതുകൊണ്ട് ഹാനോക്ക് പ്രവചിച്ചു. ആ പ്രവചിച്ചത് 1000 വിശുദ്ധന്മാരുമായിട്ട് യേശു വരുന്നു. സ്തോത്രം. 2 ഹാനോക്ക് ഈ വെള്ളപ്പൊക്കം കണ്ടെന്ന സ്തോത്രം പറയുന്നത്. ഹാനോക്കിനൊരു മകൻ ജനിച്ചു. അവന്റെ പേര് മധൂശലേക്ക്. വായിച്ചേ അമ്മാമേ, ആ 5-ാം അധ്യായത്തിലല്ലയോ? പെട്ടെന്ന് വായിച്ചേ. ഹാനോക്കിന് മധൂശലേക്ക് ജനിച്ചു. വായിച്ചോ. ഹാനോക്കിന് 65 വയസ്സായപ്പോൾ മധൂശലേഖിനെ ജനിപ്പിച്ചു. ജനിപ്പിച്ച ശേഷം ഹാനോക്ക് 300 സംവത്സരം ദൈവത്തോട് കൂടെ നടക്കും. അപ്പൊ ശ്രദ്ധിക്കുക, ഹാനോക്ക് പ്രവചിച്ചെന്നാ യൂദാ പറഞ്ഞിരിക്കുന്നത്. എന്ത് പ്രവചിച്ചു? 2 കാര്യം പ്രവചിച്ചു. ഒന്ന്, ഹാനോക്ക് ആത്മാവിൽ കണ്ടു 1000 വിശുദ്ധന്മാരുമായി കർത്താവ് വരുന്നു. ഇത് ആത്മാവിൽ കണ്ടു. 2ാമത് പ്രവചിച്ചത് തെളിവായിട്ട് എഴുതിയിട്ടില്ലെങ്കിലും വേലപഠിതാക്കൾ പറയുന്നത് ഈ പ്രവചിക്കുന്ന വിഷയം ഇതാ, ഒരു മകനുണ്ടായി മധൂശാലേക്ക്. ആ വാക്കിന്റെ അർത്ഥം ഇതാ, ഇവന്റെ കാലത്ത് അത് സംഭവിക്കും. നിങ്ങൾക്കറിയാം ഇവന്റെ കാലത്ത് അത് എന്ത് പറഞ്ഞാൽ വെള്ളപ്പൊക്കം വരുമെന്ന്. എന്ന് പറഞ്ഞാൽ ഹാനോക്കിന് മധൂശലേക്കുണ്ടായപ്പോൾ ഒരു വെളിപ്പാട് കിട്ടി. മധൂശലകിന്റെ കാലത്ത് ഇവന്റെ കാലം കഴിയുമ്പോൾ വെള്ളപ്പൊക്കം ഉണ്ടാകും. ഇത് ഹാനോക്ക് ആത്മാവിൽ കണ്ടു. 2 കാര്യം പ്രവചിച്ചു. ഒന്ന്, വെള്ളപ്പൊക്കം വരാൻ പോകുന്നു. 2, 1000 വിശുദ്ധന്മാരുമായി യേശു വരുന്നു. ഈ 2 കാര്യം ഹാനോക്ക് ആത്മാവിൽ കണ്ടു. ഇത് കാണണമെങ്കിൽ ദൈവത്തോട് കൂടെ നടക്കണം. ദൈവത്തോട് കൂടെ നടക്കണമെങ്കിൽ പരമാർത്ഥ മനസ്സുണ്ടായിരിക്കണം. സ്തോത്രം. ഇത് കണ്ടു. 2 കാര്യം പ്രവചിച്ചു. ഓടിച്ചു പറയാം. ഈ 2 കാര്യം പ്രവചിച്ചു. സൂക്ഷം, മധൂശലേക്ക് മരിച്ചു കഴിഞ്ഞാൽ വെള്ളപ്പൊക്കം വന്നെന്ന. വെള്ളപ്പൊക്കം ആരുടെ കാലത്തായിരുന്നു? ഉറക്കെ പറ. നോഹയുടെ കാലത്ത്. നോഹയ്ക്ക് എത്ര വയസ്സുള്ളപ്പോഴാ? പാസ്റ്റർ പറഞ്ഞു. യോടി ഉറക്കെ പറ. അല്ലല്ല, 500 പിള്ളേർ ജനിച്ചതാ. പിന്നെ ഉറക്കെ പറ. 600-ാമത്തെ വയസ്സിൽ നോഹയ്ക്ക് 600 വയസ്സുള്ളപ്പോൾ ആ വെള്ളപ്പൊക്കം ഉണ്ടായത്. ഹാനോക്കിന് മധൂശലേക്ക് ജനിച്ചപ്പോൾ ഹാനോക്ക് ആത്മാവിൽ കണ്ടു വെള്ളപ്പൊക്കം. ഈ വെള്ളപ്പൊക്കം കണ്ടോണ്ട് ആ ചെറുക്കന് പേരിട്ടത് മധൂശാലേക്ക്.
എന്ന് പറഞ്ഞാൽ ഇവന്റെ കാലത്തിന് ശേഷം ആ വെള്ളപ്പൊക്കം ഉണ്ടാകും. സൂക്ഷ്മം വേദ പഠിതാക്കൾ ചെല്ലുപെടുന്നത് മെതൂശലേക്ക് മരിച്ചു കഴിഞ്ഞാൽ വെള്ളപ്പൊക്കം നോഹയുടെ കാലത്താണ്. നോഹയ്ക്ക് 600 വയസ്സുള്ളപ്പോൾ കണക്ക് കൂട്ടിക്കോ. ഹാനോക്കിന്റെ എത്രാമത്തെ വയസ്സിലാ മെതൂശലേക്ക് ജനിച്ച? വായിച്ച മാമ എവിടെ എഴുതിയിട്ടുണ്ടല്ലോ. 65 വയസ്സായപ്പോൾ മെതുശലഹിനെ ജനിപ്പിച്ചു. അപ്പൊ അത് കൂട്ടണ്ട. ഇനി മെതൂശലഹിന്റെ എത്രാമത്തെ വയസ്സിലാ മെതൂശലഹിന്റെ മകൻ ഉണ്ടായത്? മെതുശലഹിനെ ജനിപ്പിച്ച ശേഷം ഹാനോക്ക് 300 സംവത്സരം ദൈവത്തോട് നടക്കുകയും അതെ പുത്രന്മാരെ ജനിപ്പിക്കുകയും ചെയ്തു. ഹാനോക്കിന്റെ ആയുഷ്കാലം ആകെ 365 സംവത്സരമായിരുന്നു. ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു. അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാറായി. അടുത്തത് മെതുശലഹിന് 187 വയസ്സായി. 187. അപ്പം അത് കൂട്ടണം. മെതൂശലഹിന് 187 വയസ്സുള്ളപ്പോൾ ലാമെക്കിനെ ജനിപ്പിച്ചു 187. ഇനി ലാമെക്കിന് എത്ര വയസ്സുള്ളപ്പോഴാണ് നോഹ ജനിച്ചത്? ലാമെക്കിനെ ജനിപ്പിച്ച ശേഷം അതായിക്കോട്ടെ, പ്രായം എന്ന് പറഞ്ഞേ 182 താഴെ ഉണ്ട്, വായിച്ചോ. ലാമെക്കിന് 182 വയസ്സായി. 180. അമ്മമ്മയോട് നോക്കിയേ. അപ്പം 187 182 എത്രയാ? കൂട്ടിക്കോ. 187 182 7 2 9 8 8 16 6 ചിറ്റ 1 1 1 2 1 3 369. 369 കൂടെ നോഹയുടെ 600-ാം വർഷം 600 കൂട്ടണം. 369 പ്ലസ് ഇംഗ്ലീഷിൽ പോയി അധികമാണല്ലോ. അധികം ഞാൻ ഇംഗ്ലീഷ് പറഞ്ഞോണ്ട് എന്നെ ഇങ്ങനെ നോക്കുന്നത് ഞാൻ പറയുന്നില്ല. അധികം 600. അപ്പൊ എത്രയാ? 969. മെതൂശലഹിന്റെ ആയുഷ്കാലം 969. ശ്രദ്ധിച്ചേ. മെതൂശലഹ് ജനിച്ചപ്പോൾ ഹാനോക്ക് വെളിപ്പാട് കണ്ടു. ഇവന്റെ മരണത്തിന് ശേഷം ആ വെള്ളപ്പൊക്കം. മെതൂശലഹിന് 187 വയസ്സായപ്പോൾ ലാമെക്കിനെ ജനിപ്പിച്ചു. ലാമെക്കിന് 182 ആയപ്പോൾ നോഹ ജനിപ്പിച്ചു. 187 182 369. നോഹയുടെ 600-ാം വർഷം വെള്ളപ്പൊക്കം. 600 369 സമം കൂട്ടുമ്പോൾ 969 വർഷം കഴിഞ്ഞപ്പോൾ വെള്ളപ്പൊക്കമുണ്ടായി. ഇത് ഹാനോക്ക് ആത്മാവിൽ കണ്ടു. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നവരോട് കാര്യം പറയാ. ഒരു ഭീകരമായ ദിവസം വരിക. ചൂള പോലെ കത്തുന്നൊരു ദിവസം വരും. നീ നഷ്ടപ്പെട്ടു പോകരുത്. നീ അഗ്നിക്കിരയാകരുത്. ഇരയാകാതിരിക്കണമെങ്കിൽ ഇന്ന് രാത്രി യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. മറ്റൊരുത്തനും രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ നാമം യേശുവിന്റെ പരിശുദ്ധ നാമം. ഹാനോക്ക് ആത്മാവിൽ കണ്ടു വെള്ളപ്പൊക്കം. സ്തോത്രം. 2 കർത്താവിൻ്റെ മഹത്വ പ്രത്യക്ഷത കണ്ടു. ഈ ചെറുക്കൻ ജനിച്ചപ്പോഴാ ഇത് രണ്ടും കൂടെ കണ്ടപ്പം ഹാനോക്ക് ഒരു തീരുമാനമെടുത്തു. ഇനി ഞാൻ അങ്ങനെ ജീവിച്ചിരിക്കുന്നില്ല. അങ്ങനെ ആണെന്നില്ല. അപ്പന്മാരെ പറ്റി ജനിപ്പിച്ച ശേഷം ജീവിച്ചിരുന്നു. ജനിപ്പിച്ച ശേഷം ഹാനോക്ക് തീരുമാനിച്ചു, ഞാൻ മെതൂശലഹിനെ ജനിപ്പിച്ചു, ഇനി ജീവിച്ചിരിക്കുന്നില്ല, ഞാൻ ദൈവത്തോടു കൂടെ നടക്കുക. 1-2 ദിവസമല്ല, 300 കൊല്ലം ദൈവത്തോട് കൂടെ നടന്നു. ഹാനോക്ക് ദൈവത്തോട് കൂടെ നടക്കുമ്പം 2 ഭാര്യയായിട്ട് നടക്കുന്ന അപ്പുറമുണ്ട്. അത് നമ്മുടെ വിഷയമല്ല. നീ ദൈവത്തോട് കൂടെ നടക്കണം. കുഴഞ്ഞ ബന്ധുക്കോസുകാർ കാണും, കുഴപ്പടിയുള്ളതൊക്കെ കാണും. അങ്ങനെ ഒത്തിരി ഉണ്ട്. കേസിനും മടക്കിനും ബുക്ക്, അതൊക്കെ നമ്മുടെ വിഷയമല്ല. നീ ദൈവത്തോട് കൂടെ നടക്കണം. മറ്റുള്ളവനെ കണ്ടും മറ്റുള്ളവനെ വിധിച്ചും മറ്റുള്ളവൻ്റെ പുറകെ പോയി നിന്റെ ആയുസ് കളയരുത്, നിന്റെ നിത്യത കളയരുത്. നീ ദൈവത്തോട് കൂടെ നടക്കുക. അതിനാ ദൈവം നിന്നെ വിളിച്ചത്. കണക്ക് നിന്നോടാ ചോദിക്കുന്നത്. കണക്കെഴുത്തിൻ പ്രമാണി വിളിച്ചു ചോദിക്കും നേരം. കണക്കെഴുത്തിൻ പ്രമാണി വിളിച്ചു ചോദിക്കുന്നേരം. കണക്കെഴുത്തിൻ പ്രമാണി കണക്കെഴുത്തിൻ പ്രമാണി വിളിച്ചു ചോദിക്കും നേരം. ശരിക്കൊരു തരം നൽകാൻ നിനക്കു വല്ലതുമുണ്ടോ? അവസരം ഇനിയുമുണ്ടോ? മനുജ അശരണന നിനക്ക് നീജനെ ഭജിക്കുവാൻ അവസരം ഇനിയുമുണ്ടോ?
കണക്കെഴുത്തിൻ പ്രമാണി കണക്കെഴുത്തിൻ പ്രമാണി കുറിച്ച തെറ്റുകളെല്ലാം കണക്കെഴുത്തിൻ പ്രമാണി കണക്കെഴുത്തിൻ പ്രമാണി കുറിച്ച തെറ്റുകൾക്കെല്ലാം ശരിക്കൊരുത്തരം നൽകാൻ നിനക്കു വല്ലതും ഉണ്ടോ അവസരം ഇനിയുമുണ്ടോ മനുജ അശരണന നിനക്കിന്നേശുവെ സ്വീകരിപ്പാൻ അവസരം ഇനിയുമുണ്ടോ? ഇന്ന് രാത്രി നിനക്ക് നല്ല അവസരം ദൈവം തരിക. മറ്റുള്ളവരെ പടി പറഞ്ഞും വിധിചാരിക്കും അവരുടെ തെറ്റും കുറ്റവും കുറവുകളും കണ്ട് ലിസ്റ്റ് എടുക്കാതെ ഇന്ന് രാത്രി നീ ദൈവത്തോട് കൂടെ നടക്കുക. നീ യേശുവിനോട് ചേര്. യേശുവിനെ രക്ഷിതമായി സ്വീകരിക്ക്. അവന്റെ കൽപ്പനയാകുന്ന സ്നേഹമനുഷ്ഠിക്ക്. നീ ആത്മശക്തി ഏറ്റെടുക്ക്. നിനക്കും നിന്റെ കുടുംബത്തിനും രക്ഷയാ. ഹാനോക്ക് ദൈവത്തോട് കൂടെ 300 കൊല്ലം എന്ന് പറഞ്ഞാൽ വെള്ളപ്പൊക്കം ആത്മാവിൽ കണ്ടു, കർത്താവിന്റെ മഹത്വ പ്രത്യക്ഷതയും കണ്ടു. കണ്ടപ്പോൾ പുള്ളി തീരുമാനമെടുത്തിന് ഞാൻ ഈ കൊഴാമറിച്ചിലൊന്നുമില്ല, ഞാൻ ദൈവത്തോടു കൂടെ നടക്കും. 300 കൊല്ലം 300 കൊല്ലം ഇങ്ങനെ കൂടെ നടക്കുക. നീതിന്യായം കൊണ്ടല്ലേ നടക്കാനൊക്കെ ഉള്ളു. 300 കൊല്ലം ഇങ്ങനെ നടന്ന് പോയപ്പം ഒരു ദിവസം ദൈവം ഇങ്ങോട്ട് വന്നു. നീ വേറൊരു കാര്യം പറയാം. ആദമിനെ ഹവ്വയെ സൃഷ്ടിച്ചേച്ച് ദൈവം ഇങ്ങോട്ടാ നടക്കാൻ വന്ന്. ദൈവം മുകളിൽ നിന്ന് അങ്ങനല്ലേ മാണിച്ച വെയിൽ അറിയപ്പോൾ അമ്മാമ്മേ വായിച്ചത് എവിടാന്നോ? 33 വെയിൽ അറിയപ്പോൾ യഹോവയായ ദൈവം തോട്ടത്തിൽ നടക്കുന്ന മൈക്ക് ഓൺ ചെയ്തു. ഒച്ച അവർ കേട്ടു. നന്നായിട്ട് ഒച്ച കേൾപ്പിക്കാത്ത നടക്കുന്ന കാര്യം അത് പറഞ്ഞേച്ചു. വെയിലാറിയപ്പോൾ അങ്ങനെ യഹോവയായ ദൈവം തോട്ടത്തിൽ നടക്കുന്ന ഒച്ച അവർ വെയിലാറിയപ്പോൾ യഹോവയായ ദൈവം തോട്ടത്തിൽ നടക്കുന്ന എന്ന് പറഞ്ഞാൽ ആദമിന്റെയും ഹവ്വായുടെയും അടുക്കലോട്ട് ദൈവം വരിക നടക്കാൻ. പക്ഷെ ഒത്തില്ല, രണ്ടും തെറ്റി. എന്നാൽ ഇവിടെ തേണ്ട തെറ്റ് പരിഹരിക്കാൻ ദൈവം ഇങ്ങോട്ട് നടന്നു വന്നപ്പോൾ ഇവിടെ ഒരുത്തം പറയുക, ഇങ്ങോട്ട് നടക്കണ്ട, ഞാൻ അങ്ങോട്ട് നടക്കാൻ വരുവാ. ദൈവത്തോട് കൂടെ നടക്കുന്നവൻ ഇന്ന് രാത്രി തീരുമാനമെടുത്ത് മടങ്ങിപ്പോ. മറ്റുള്ളവരെങ്ങനെ നടക്കട്ടെ നമ്മുടെ വിഷയമല്ല, അവരെങ്ങനെ പോകട്ടെ നമ്മുടെ വിഷയമല്ല. നീ ദൈവത്തോട് കൂടെ നടക്ക. ഇന്ന് രാത്രി ദൈവത്തോട് കൂടെ നടക്ക. ആനോക്ക് ദൈവത്തോട് കൂടെ അങ്ങ് നടന്നു. 300 കൊല്ലം എനിക്ക് വെളുക്കുവോളം പ്രസംഗിച്ചാൽ കൊള്ളാമെന്നുണ്ട് കറിയാച്ച. പിന്നെ ഞാനങ്ങ് അടങ്ങുക. 300 കൊല്ലം കൂടെ നടന്നപ്പം ഒരു സുപ്രഭാതത്തിൽ ദൈവം തമ്പുരാൻ വന്നു പറഞ്ഞു, മോനെ ഹാനോക്കെ, ഓ നീ 300 കൊല്ലം എൻ്റെ കൂടെ നടക്കുകയല്ലയോ? അതേ കർത്താവേ. ആണ്ട് അപ്പുറം ഒരുത്തൻ 2 പെണ്ണുങ്ങളുമായിട്ട് നടക്കുന്നു. ഒരുത്തിയുടെ പേര് ആദാ, മറ്റവരുടെ പേര് സില്ല. 4-5 കൊച്ചുങ്ങളും ഉണ്ടായി. ഇതുപോലെ ഗുണം പിടിക്കാത്ത വായിച്ചേ മാമ, ഏതോടെ വായിച്ചേര്. ഒരുത്തിക്ക് ആദ എന്നും, നല്ല പേരൊന്നും അല്ല, ഒരുത്തി. ഒരുത്തിക്ക് ആദായെന്നും മറ്റവർക്ക് സില്ല എന്നും പേര്. ആദേ സില്ലേ. പുള്ളി ഭാര്യമാരോട് വീരസ്യം പറയുക. ലില്ലി, നിനക്ക് എന്നെ അറിയത്തില്ലോ, ഞാൻ ആരാ? പെമ്പളയോടെയും വീരസ്യം പറയാം. നീ ഇതുവരെ ആണുങ്ങളെ കണ്ടിട്ടില്ല. ഇത് പറ, ഇത് വായിക്കേ. യാബാലിനെ പ്രസവിച്ചു. അവൻ കൂടാരവാസികൾക്ക് പശുപാലകന്മാർക്കും ഗുണപ്പെടാത്തവന്റെ സന്തതി ഭയങ്കര. കൂടാരം ടെന്റ് മേക്കർ. ഇവൻ ടെന്റ് അടിച്ചായോ നടത്തുന്നത് ഇഷ്ടം പോലെ ആളാ. നമ്മളാന്നൊരു പഴയ ഹോള് 60 അടി നീളവും 30 അടി വീതിയും, ചാത്തം വിടാത്തൊരു തള്ളയും തോത്രം പറയാത്തൊരു മൂപ്പില്, ഒരു വശം പൊട്ടിയൊരു തമ്പേറ് കമത്തിട്ട ചടിക്കുക. തീ കത്തിക്കുക എന്നിൽ ഈ തള്ള കത്തുകയില്ല, ഇങ്ങേർക്കോ ചാത്തം വിടാനും വേല. തീ കത്തിക്കുക എന്നിൽ. അന്നേരം അവൻ കോടിമതലിലും കോട്ടയത്തും കൊട്ടാരക്കരിലും കോഴിക്കോട്ടും എല്ലാം ടെന്റ് അടിച്ച് പരിപാടി നടത്തുന്നു. കൂടാരവാസികൾക്കും പശുപാലകന്മാർക്കും ഇപ്പം ബിസിനസ്സും തുടങ്ങി എന്ന് കേൾക്കുന്നു.
നമ്മുടെ വിഷയമല്ല, അടുത്ത വാക്യം വായിച്ചു. അവന്റെ സഹോദരൻ യൂബാൽ എന്ന പേര്. അവന്റെ ബ്രദർ യൂബാൽ. അവൻ മറ്റവൻ യാബാൽ, ഇവൻ യൂബാൽ. എന്ത് ചേർച്ചയ്ക്കാ പേര്? യൂബാൽ. ഇവൻ കിന്നരവും വേണുവും ഒക്കെ പ്രയോഗിക്കുന്നവർക്ക് എല്ലാവർക്കും പിതാവായി. അവൻ ഭയങ്കര കാര്യമായി ഇൻസ്ട്രുമെന്റ്സ് നന്നായിട്ട് ഇവിടെ മോനെ മോന്റെ പേരന എവിടുത്തെ മെമ്പറ? കുഴപ്പമില്ല. ഈ പാപത്താനെ ഒരെണ്ണം വെച്ചായിരിക്കുന്നത്. അന്നേരം അവന്മാരും 4-5 വെച്ചു ഭയങ്കര കഴിവാ. കൂടാരവാസികൾക്കും പശുപാലകന്മാർക്കും മറ്റവൻ പിതാവ്. യവനാണ് യൂബാൽ. കിന്നരം വേണവും പ്രയോഗിക്കുന്നവർക്ക് പിതാവ്. ഇനി അവന്റെ അടുത്തത് തൂബൽ കയ്യൻ, അടുത്തത് സില്ല തൂബൽ കയ്യനെ പ്രസവിച്ചു. അവൻ ചെമ്പ് കൊണ്ട് ഇരുമ്പ് കൊണ്ടുമുള്ള ആയുധങ്ങളെ ഇവൻ ഗുണ്ടായുസം. സഭയ്ക്കകത്ത് ഇപ്പൊ അങ്ങനെ ഉണ്ട് ഗുണ്ടായുസം. നാടൻ പോകുമ്പോ ഇടികട്ട, നെഞ്ചക്ക, വടിവാള്, മുളക് പൊടി. അടുത്ത മുളക് പൊടി വെതറി ചോദിച്ചാൽ എരിവോടെ കർത്താവിനെ സേവിക്കണമെന്ന ആ പുസ്തകത്തിലെ വാക്യം എങ്ങനുണ്ട്? ഭയമാന്ന്. ഇങ്ങനെ ഗുണ്ടകളും ക്രമം കെട്ടവരും മിടുമിടുക്കന്മാരെന്ന് ലോകം വിധിയെഴുതുന്നവരും അഗ്രഗണ്യന്മാരുമൊക്കെ ജീവിക്കുന്ന കാലത്ത് ഒരുവൻ ദൈവത്തോട് കൂടെ നടക്കുക. നീ മറ്റുള്ളവനെ കണ്ട് നിന്റെ ആയുസ് കളയരുത്. അവനെ പടി പറഞ്ഞ് നിന്റെ ആയുസ് കളയരുത്. മറ്റവനെ പടി പറഞ്ഞ് നിന്റെ നിത്യത കളയരുത്. ഇവരെ വിധിച്ച് നിന്റെ ആയുസ് പട്ടുപോകരുത്. ഇന്ന് രാത്രി നീ ദൈവത്തോട് കൂടെ നടക്കണം. 300 കൊല്ലം നടന്നു. അമ്പുരാൻ ഇറങ്ങി വന്ന് വെച്ച് പറഞ്ഞു 300 കൊല്ലം എൻ്റെ കൂടെ നടക്കുകയല്ലേ? അതേ കർത്താവേ, മോനെ ഇനി നീ നടക്കണ്ട, ഞാൻ നിന്നെ അങ്ങ് എടുക്കുക. ഇനി നീ നടക്കണ്ട. 300 കൊല്ലം നീ എന്നെ തള്ളി പറയാതെ, എന്നെ ഉപേക്ഷിക്കാതെ, ത്യജിച്ചു പറയാതെ, വിശ്വസ്തയോടെ, വിശുദ്ധിയോടെ, പ്രമാണത്തോടെ, പ്രതിഷ്ഠയോടെ ഈ പാപലോകത്തിൽ, ദുഷ്ടലോകത്തിൽ, അക്രമമുള്ള ലോകത്തിൽ അവൻ ഉപദേശത്തിന് വേണ്ടി, വിശുദ്ധിക്ക് വേണ്ടി, പ്രമാണത്തിന് വേണ്ടി, അവൻ സത്യ ഉപദേശത്തിന് വേണ്ടി നീ എൻ്റെ കൂടെ നടന്നില്ലേ? നിനക്ക് നിന്നയുണ്ടായി, ആക്ഷേപമുണ്ടായി, അവമാനമുണ്ടായി, നിന്നെ പഴിച്ചു, ദൂഷിച്ചു, ഒറ്റപ്പെടുത്തി, നിന്നെ തകർക്കാൻ പദ്ധതിയിട്ടതൊക്കെ എനിക്കറിയാം. ഇനി നീ സഹിച്ചത് മതി. നിന്നെ ഞാൻ എടുക്കാൻ പോവാ. ദൈവത്തിന് മകത്ത്. ഇത് ഉൽപ്രാവണം പ്രാപിക്കാനിരിക്കുന്ന വിശുദ്ധന്മാർക്ക് നിഴല. യേശു വീണ്ടും വരും. കാഹളം ധ്വനിക്കും. ക്രിസ്തുവിൽ മരിച്ച വിശുദ്ധന്മാർ ഉയർക്കും. ജീവനോടിരിക്കുന്ന വിശുദ്ധന്മാർ രൂപാന്തരപ്പെടും. 2 കൂട്ടർ ഒന്നിച്ച് കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. അത് തന്നെ ഇവിടെ വായിക്കുന്ന ഹാനോക്ക് എടുക്കപ്പെട്ടു. യേശു വരാറായി. ദൈവത്തിന് മഹത്വം. ഈ ഹാനോക്ക് ദൈവത്തോടു കൂടെ നടക്കാൻ ഒരു കാരണമുണ്ട്. അതുകൂടെ പറഞ്ഞങ്ങ് നിർത്താം. വേറെ ഉണ്ട് ഒത്തിരി, അത് വേണ്ട. ഇപ്പം തന്നെ ചിലർ ബൈബിളിനെ സിപ്പിട്ട് കാണിക്കുന്നു, ചിലർ കൂടെ വാച്ചേ നോക്കുന്നതാണ്. ഉണക്കച്ചപ്പാത്ത് 2 അവിടെ ഇരിപ്പുണ്ട്, അടിച്ചേച്ച് പെരുക്കി കിടക്കാനാ. നമുക്കെല്ലാം സമയമില്ല. അതിന് മോളെ പ്രസവത്തിന് ലേബർ റൂമിലോട്ട് കയറ്റി കൂടും കുടുക്കയായിട്ട് വാതൊക്കെ നിൽക്കുക. നേഴ്സ് ഇങ്ങോട്ട് വന്ന എന്നെ എവിടെ നിൽക്കുന്ന അവിടെ പോയി. വൈകിട്ട് 5:30 കയറ്റിയതാ. അവൾക്ക് പെയിൻ ഉണ്ടായി. 5:30 കൊണ്ട് കയറ്റി. ഹെഡ് നേഴ്സ് പോയപ്പോൾ പിന്നെയും അങ്ങോട്ട് പമ്മിച്ചെന്നു. പിന്നെ വേറെ ഇയാളോട് പറഞ്ഞല്ലേ അവിടെ പോയിരിക്കാൻ. കുറച്ച് കഴിഞ്ഞ് പിന്നെയും മോളല്ലേ, മനോവേദനയാ. ഇടയ്ക്കിടയ്ക്ക് അവിടെ ശബ്ദം. അത് കേൾക്കുമ്പോൾ അമ്മയ്ക്കും അപ്പനും മനോവേദന ഉണ്ടാകും. ന്യായമാ. പിന്നെ അവിടെ പമ്മി ഗ്ലാസിന് ഇടയിൽ കൂടെ നോക്കിയപ്പം പച്ച തുണി മാത്രം കാണാം. 5-6 പെണ്ണുങ്ങൾ കിടപ്പുണ്ട്. ആരാണോ? ഞാനിങ്ങനെ ഓപ്പണായിട്ട് പറയാം, നിനക്ക് ഇട്ടോണ്ട കേട്ടാ മതി. പിന്നെ ഒരു നേഴ്സ് വന്ന് പറഞ്ഞ് എന്നെ നിങ്ങളോട് കുറേ നേരമല്ലേ പറഞ്ഞ് അവിടെ പോയിരിക്കാൻ. ആ കസാര ഇട്ട നിങ്ങളെ പോലുള്ളവർക്ക് എങ്ങനെയുണ്ട്? ഉണ്ടെങ്കിൽ പറയാം. ഒരു കാര്യം ചെയ്യും, ഒരു 7 കുപ്പി ബ്ലഡ് എവിടെ നിന്നേലും ഒപ്പിക്കും. അതിനെ കുളിക്കാനാണോ? ചുരുക്കി പറഞ്ഞ ഇപ്പം അവിടെ നിന്നാൽ വെള്ളം പോലും കുടിക്കുന്നില്ല, കുടിക്കാനൊക്കത്തില്ല. മകള് നമുക്ക് വിലപ്പെട്ടതാണ്. രാത്രി 1:30 2:30 3:30 ഒരു രക്ഷയില്ല. 5:30 വെളുപ്പിനെ പല്ല് പോലും തേച്ചില്ല, ഈ തായ് ഇല്ലെന്നേ ഉള്ളൂ. 8:30 രക്ഷയില്ല. 9 പഴയ നേഴ്സിനോട് ചോദിച്ചു, സിസ്റ്റർ എന്തുവായി? മെയിൻ ഡോക്ടർ വരും, അന്നേരം പറയും. വീട്ടിൽ പോലും പോകുന്നില്ലല്ലോ. പോകുന്നുണ്ടോ? ഇല്ല.
12 ആയപ്പോൾ ഡോക്ടർ വന്ന് പറഞ്ഞു സിസേറിയനാന്ന്. ഒരു രാത്രി മുഴുവൻ നിന്നില്ലേ, ഒരു പകല് മുക്കാലം നിന്നില്ലേ? അത് തെറ്റാന്നല്ല, നിൽക്കണം, കടമയാണ്. എന്നാ പിന്നെ ദൈവസന്നിധി നിനക്ക് 10 മിനിറ്റ് ഇരുന്നാലല്ല ഒരു കുഴപ്പം വരികയല്ല. നിന്റെ ഉള്ള ദീനവും കൂടെ മാറും. കാരണം സൗഖ്യത്തിൻ്റെ ഉറവിടമാണ് ഇവിടെ നടക്കുന്നത്. അവിടുന്ന് സൗഖ്യദായകനാ. ഇന്ന് രാത്രി നിന്നെ സൗഖ്യമാക്കുന്ന യേശുവാ. അതുകൊണ്ട് അതുകൂടെ പറഞ്ഞു നിർത്താം. അപ്പം ഹാനോക്ക് 300 കൊല്ലം ദൈവത്തോട് കൂടെ നടന്നു. അതിന് കാരണം വേദ പഠിതാക്കൾ പറയുന്നത്, ഈ ഹാനോക്ക് 300 കൊല്ലം നടക്കാൻ കാരണം വേദപുസ്തകത്തിലെ അല്ല, ചരിത്രം, ആദാമിൻ്റെ കഥനകഥയാണ്. ആദാമിൻ്റെ കഥനകഥ. അതെന്താ ആദാമിൻ്റെ കഥന? എൻ്റെ കാല് വേദനിക്കുന്ന കറിയാച്ച. അപ്പം ആദാമിൻ്റെ കഥനകഥ അതെന്നാന്ന് ചോദിച്ചാൽ, ഈ ആദാം മക്കളെയും കൊച്ചുമക്കളെയൊക്കെ ഈ തോട്ടത്തിന് വെളിയിലാക്കി, പാപമൊക്കെ ചെയ്ത് വെളിയിലാക്കിയെങ്കിലും സന്തതി ജനിച്ചു. അപ്പം സന്തതിയായിട്ട് സന്തതിയുടെ സന്തതിയൊക്കെ വന്നപ്പം വല്യപ്പനാകുന്ന ആദാം കൊച്ചുമക്കളെയൊക്കെ അടുത്ത് വിളിച്ചിരുത്തി കഥ പറയും. കഥയല്ല, അനുഭവമാണ്. പണ്ടത്തെ അപ്പച്ചന്മാരൊക്കെ അങ്ങനെ ആ കഥ പറയുന്നത്. ഇപ്പം അങ്ങനെ കഥ പറയാനൊക്കത്തുമില്ല, കൊച്ചുങ്ങൾക്ക് കേൾക്കാനും. എല്ലാ വീട്ടിലും കൊച്ചുങ്ങൾ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. എല്ലാ വീട്ടിലും അങ്ങനെ. ഹായ്, അല്ല മുതുക്കന്മാരും ഇപ്പം അങ്ങനെ. നീ ഇനിയേലും മേലപുസ്തകം വായിച്ചേ, പ്രാർത്ഥിച്ചേ, ആ സിയോൻ ഗീതാവലിക്കാത്ത പാട്ടുമൊക്കെ പാടി നീ കുന്തം തോണ്ടിയിരിക്കാതെ. ആദാം തൻ്റെ കുഞ്ഞുങ്ങളോട് കഥനകഥ പറഞ്ഞു കൊടുത്തു. പിള്ളേരെയെല്ലാം വിളിച്ചിരുത്ത, മോനെ ഒരു കാര്യം നിങ്ങളോട് പറയാം, മക്കളെ, കൊച്ചുമക്കളോട്. ആ കൊച്ചുമക്കൾ, എന്നാ അപ്പച്ച? ഒരു കാര്യം പറയാം. ഞാനും നിങ്ങളുടെ അമ്മയും ഏദൻ തോട്ടത്തിലായിരുന്നു. സുന്ദര സുരബലമായ തോട്ടത്തിൽ ഞങ്ങൾ ജീവിച്ചു. ഫലമൂലാദികളാൽ നിബിഡീകൃതമായ തോട്ടത്തിൽ ജീവിച്ചു. എന്നും വൈകുന്നേരം അവിടുന്ന് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും. ഞങ്ങളും ചെല്ലും, നടക്കും. ഒരു ബുദ്ധിമുട്ടോ കഷ്ടതയോ പ്രയാസമോ ദുരിതമോ ദുഃഖമോ വിയർപ്പോ മുള്ളോ മറക്കാരയോ ശാപമോ രോഗമോ ദോഷമോ മരണമോ കെടുതിയോ ഒന്നുമില്ലാത്തൊരു നല്ല സുദിനമുണ്ടായിരുന്നു. പക്ഷേ ഹൃദയവേദനയോടെ പറയാ, വഞ്ചകനാകുന്ന പിശാച് തോട്ടത്തിൽ വന്ന് അമ്മച്ചിയെ ചതിച്ച് എനിക്കും ഫലം തന്ന് ഞങ്ങൾ തിന്നു, കൽപ്പനാലംഘനം നടത്തി. ഞാനും നിങ്ങളുടെ വല്യമ്മച്ചിയും തോട്ടത്തിന് വെളിയിൽ പോന്നു. അന്ന് മുതലായി കഷ്ടതയും ദുരിതവും ദുഃഖവും. അന്ന് ഞങ്ങൾ ദൈവത്തോടു കൂടെ നടന്നപ്പം വിയർപ്പില്ല, പട്ടിണിയില്ല, കഷ്ടതയില്ല, രോഗമില്ല, ക്ഷീണമില്ല, തളർച്ചയില്ല, കെടുതിയില്ല, മരണമില്ല, ഭീതിയില്ല. നല്ലൊരു സുദിനമായിരുന്നു, നല്ല ജീവിതമാണ് അന്ന് തോട്ടത്തിലായിരുന്നപ്പോൾ. ഏദൻ തോട്ടത്തിൽ. സാറ് കൊടുത്തിരിക്കുന്ന പ്രയോഗം, കേരവും ഗംഭീരവും ഈന്തലിങ്കരും പുളിവേരയും നാഗരംഗമാകന്തം മാതുളങ്കം ആമ്രങ്ങളാമ്രാതകം ചെത്തിയും അത്തിവൃക്ഷം കമ്രമാന്താത്രി താലജാലങ്ങൾ വീലുക്കളും ഗന്ധപുഷ്പങ്ങളേകും ചമ്പകം ബഹളവും ഗന്ധമോക്ഷവും മോക്ഷത്രവും തപ്തക്ഷതം എള്ളംപാല ആപ്പിളും പൈനാപ്പിളും ചെറിയും ഗൂസ്ബെറി നെല്ലിക്ക. ഇതൊക്കെ ഏദൻ തോട്ടത്തിൽ. ആപ്പിളും പൈനാപ്പിളും ചെറിയും ഗൂസ്ബെറിയും ആപ്പിൾ വൃക്ഷങ്ങളേകും വെട്ടിക്ക് രമ്യങ്ങളും പച്ചതങ്ങളുമായ സസ്യകുൽമാദികളാൽ അക്ഷയമായ കാന്തി വിലസുന്ന രാമത്തിൽ വെള്ളരി മുതലായ വല്ലികൾ പ്രഫുല്ലമായി. ഇങ്ങനെയുള്ള തോട്ടം നനയ്ക്കാൻ ഒരു നദി. വെള്ളത്തിന് മഞ്ഞമില്ല, വെള്ളം കുടിക്കുന്നിടത്ത് തടിക്കും. അവിടെ പൊന്നുണ്ട്, ഗുൽഗുലുമുണ്ട്. എന്ത് സുന്ദര സുരബലമായ തോട്ടം. വെയിലാറുമ്പോൾ ദൈവം തമ്പുരാൻ വരും, ഞങ്ങളും അങ്ങോട്ട് ചെല്ലും. ഞാൻ തോട്ടത്തിലെ തടവെല്ലാം എടുത്ത് പണി കഴിഞ്ഞ് ഞാൻ ചെല്ലും, കുളി കഴിഞ്ഞ് കുഞ്ഞന്നാമ്മയും വരും. ഞങ്ങൾ രണ്ടും കൂടെ കൈ ഓർത്ത് പിടിച്ച് അങ്ങോട്ട് ചെല്ലുമ്പോൾ സ്വർഗത്തിലെ ഇങ്ങോട്ട് വരും. ഞങ്ങൾ 3 പേരും കൂടെ ഈ തോട്ടത്തിൽ കൂടെ നടക്കും. വൈരാഗ്യമില്ല, വഞ്ചനയില്ല, അക്രമമില്ല, അനീതിയില്ലാത്തൊരു നല്ല ജീവിതം. പക്ഷേ പാപം ചെയ്ത നിമിത്തം എന്നെയും അവളെയും തോട്ടത്തിന് വെളിയിലാക്കി. ആമേൻ. പിന്നെ പ്രശ്നങ്ങളാ, ഇന്നും പ്രശ്നം. നോയിക്ക്, വിയർപ്പ് കണ്ടോ, മുള്ള് കണ്ടോ, പരക്കാര കണ്ടോ, അക്രമം കണ്ടോ, അനീതി. അതുകൊണ്ട് ഞാൻ കൊച്ചുമക്കളാകുന്ന നിങ്ങളോടൊരു കാര്യം പറയാ, നിങ്ങൾ ദൈവത്തോടു കൂടെ നടക്കണം. നിങ്ങൾ ദൈവത്തിൻ്റെ കൂടെ നടക്കാവൂ. വേറൊന്നിലും നിങ്ങൾ ചെന്ന് ഇടപെടരുത്. വല്യപ്പനാകുന്ന ആദാം തൻ്റെ കഥനകഥ കുഞ്ഞുമക്കളോടെല്ലാം പറഞ്ഞു കൊടുത്തു. കൊച്ചുമക്കളിൽ എല്ലാവരും ഒന്നും ഏറ്റെടുത്തില്ല, ഹാനോക്ക് ഏറ്റെടുത്തു.
അവൻ തീരുമാനിച്ചു, ഞാൻ എൻ്റെ ദൈവത്തോട് കൂടെ നടക്കും. ഈ ദുഷ്ടലോകത്തിൽ എന്നെ കേൾക്കുന്ന പ്രിയരെ, ഈ മഹായോഗം 4 ദിവസം കാവാലിച്ചത് IPC ക്രമീകരിച്ച യോഗമാ. സന്തോഷം. ഈ 4 യോഗത്തിൽ ഒരാൾ തീരുമാനമെടുത്താൽ മതി, ഞാൻ ദൈവത്തോട് കൂടെ നടക്കും. ഈ യോഗം വിജയിച്ചു. ഈ യോഗം വിജയിച്ചു. പ്രൈസ് ദി ലോർഡ്. ഒരാൾ ഇന്ന് രാത്രി തീരുമാനമെടുക്ക്. സഹോദര, നരകവുമുണ്ട്, സ്വർഗവുമുണ്ട്. നീ സ്വർഗത്തിൽ പോകണം. സ്വർഗത്തിൽ പോകണമെങ്കിൽ രക്ഷിക്കപ്പെടണം. 2, വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെടണം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ. അല്ലാതെ നിന്നെ കൊച്ചിലെ ഒന്നും ധ്യാനപ്പെടുത്തുന്ന ധ്യാനമില്ല. പോരാ, അതാണോ സ്നാനം? യേശു മാതൃക കാണിച്ചു തന്നു. ഞാൻ നല്ല ഹൃദയവേദനയോടെ തന്നെ പറയുന്നത്. ഇഷ്ടമുണ്ടെങ്കിൽ അംഗീകരിച്ചാൽ മതി. പറയേണ്ട ചുമതല എൻ്റെതാ. അതാ ശരിയായ യേശു കാണിച്ച സ്നാനം. അഭിഷേകം പ്രാപിക്കണം എന്ന് പറഞ്ഞാൽ സഭയിലുള്ള എല്ലാവരും അന്യഭാഷ പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തണം. കേട്ടും കണ്ടുപോകാൻ പറയുന്നല്ല, ദൈവത്തിൽ നിന്ന് പ്രാപിക്കണം. ഇതാരുടെ കുത്തകയല്ല, ദൈവത്തിൻ്റെ ദാനമാണ്. ചില സഹോദരന്മാർ പറഞ്ഞ് നിന്ന് പോയെന്ന് തർക്കിക്കാനൊന്നും ഞാനില്ല. നിനക്ക് നിന്നായിരിക്കും. ഇത് നിൽക്കുന്നതല്ലിപ്പം. അവിടുത്തെ വരവും ഈ ആത്മപകർച്ചുകൊണ്ട് ഇന്ന് രാത്രി നീ ഏറ്റെടുക്കുക. ദൈവത്തോട് പ്രാർത്ഥിക്കുക. ഇതാരുടെ കുത്തകയല്ല. ഒരു നദി എന്നതിന് തോടുകൾ ദൈവനഗരത്തെ അത്യുന്നത വിശുദ്ധ നിവാസത്തെ സന്തോഷിപ്പിക്കുന്നു. ദൈവം അതിന്റെ മധ്യയോട് കുലുങ്ങി പോകത്തില്ല. നീ ആത്മസ്നാനം പ്രാപിക്കണം, തിരുമേശ കിടക്കണം, വേർപാട് പാലിക്കണം, വിശുദ്ധ ജീവനം നയിക്കണം. ഓരോ ദിവസവും മാനസാന്തരപ്പെടണം. അവരെ ചേർക്കാൻ യേശു വീണ്ടും വരും. അവിടുത്തെ വരവിനായി നമുക്കൊന്നൊരുങ്ങാം. ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും. എല്ലാവരും അല്പസമയം ദൈവത്തെ സ്തുതിക്കുക.